നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം, വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യമെമ്പാടും ഉയരുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. ഇതിൽ കേരളത്തിൽ വലിയ പ്രതിഷേധമാണ്, ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് BJP ഭരിക്കുന്ന മഹാരാഷ്ട്ര എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളുടെ അടക്കം വലിയ പിന്തുണയാണ് ആ പ്രതിഷേധങ്ങൾക്കൊക്കെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ പ്രതിഷേധ പരിപാടികളൊക്കെയാണ് അവിടുത്തെ പ്രതിപക്ഷം, പ്രധാനമായിട്ടും ഉദ്ധവ് താക്കറെ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും അതോടൊപ്പം തന്നെ NCP ശരത് പവാർ വിഭാഗവും ഒക്കെ ചേർന്ന് അവിടെ സംഘടിപ്പിച്ചത്. DYFI അടക്കമുള്ള സംഘടനകൾ അവിടെയും സജീവമായിട്ട് തന്നെ ഈ പ്രതിഷേധ പരിപാടികളിലൊക്കെ തന്നെ രംഗത്തുണ്ട്. നമ്മളോട് ഇന്നലെ പ്രേംലാൽ അതിൻ്റെ വിവരങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നതാണ്. ഇതാ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ മുംബൈയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദാദറിൽ വൻ പ്രതിഷേധമാണ് നടന്നത്. ബോളിവുഡ് നടന്മാരായ അതുൽ കുൽക്കർണിയും മകരന്ദ് ദേശ്പാണ്ഡെയും ഉൾപ്പെടെ നിരവധി പ്രമുഖരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് മുംബൈയിലെ ദാദറിൽ ശിവസേന UBTയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം നടന്നു. ശിവാജി പാർക്കിൽ നടന്ന തിരംഗ മോർച്ചയിൽ ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുത്തു. ത്രിവർണ്ണ പതാകകളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. നടന്മാരായ അതുൽ കുൽക്കർണിയും മകരന്ദ് ദേശ്പാണ്ഡെയും പ്രതിഷേധത്തിന്റെ ഭാഗമായി. പ്രതിഷേധത്തിനിടെ മകരന്ദ് ദേശ്പാണ്ഡെ ത്രിവർണ്ണ പതാക വീശുന്ന ദൃശ്യങ്ങളും ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെ ശിവസേന UBT നേതാവ് ആദിത്യ താക്കറെ വിമർശിച്ചു. സർക്കാരിന്റെ കയ്യിൽ ലാത്തികളുണ്ടെങ്കിലും പ്രതിഷേധക്കാരുടെ കയ്യിൽ ത്രിവർണ്ണ പതാകകളുണ്ടെന്ന് ആദിത്യ കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മുംബൈയിലും സമരം ശക്തമായത്. സർക്കാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും സമരം തുടരുമെന്ന് MNS നേതാവ് അമിത് താക്കറെ വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ ഉത്തരവാദിത്വവും പരിഹാരവും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അതേസമയം സർക്കാർ നടപടിയെ വെല്ലുവിളിച്ച് ജൂലൈ 26-ന് ശിവസേന MNS പാർട്ടികൾ മുംബൈയിൽ സംയുക്ത മോർച്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ കൊടികളില്ലാതെ ജനകീയ സമരത്തിനാണ് താക്കറെ കസിൻസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.